രാഷ്ട്രീയ ഭൂപടത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെയും തിരിച്ചുവരവിന്റെയും പോരാട്ടമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി വയനാട്ടിൽ ജനുവരി 4, 5 തീയതികളിൽ ചേരുന്ന വിപുലമായ നേതൃസംഗമം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. 170ഓളം മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന ഈ യോഗം വെറും ഒരു ചർച്ചാവേദിയല്ല, മറിച്ച് അധികാരം തിരിച്ചുപിടിക്കാനുള്ള കൃത്യമായ റോഡ് മാപ്പ് തയ്യാറാക്കുന്ന തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ്. പുതിയ സ്ഥാനാർത്ഥി നിർണയ ശൈലി കരാറിനെ കാലങ്ങളായി തളർത്തുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളെ പൂർണ്ണമായും അപ്രസക്തമാക്കിക്കൊണ്ട് വിജയസാധ്യത എന്ന ഏക മാനദണ്ഡത്തിലേക്ക് മാറുന്നത് വയനാട് കോൺക്ലേവിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. സ്ഥാനങ്ങളെ നിശ്ചയിക്കുന്ന രീതിയിൽ വിപ്ലവകരമായ മാറ്റമാണ് വിഭാവനം ചെയ്യുന്നത്. മുകളിൽ നിന്നും അടിച്ചേൽപ്പിക്കുന്നതിന് പകരം താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം കൂടി പരിഗണിച്ചാകും ഇത്തവണ ലിസ്റ്റ് തയ്യാറാക്കുക. ഓരോ മണ്ഡലത്തിലും രൂപീകരിക്കുന്ന പ്രത്യേക കോർ കമ്മിറ്റികൾ നൽകുന്ന പേരുകൾ കമ്മിറ്റി സൂക്ഷ്മമായി പരിശോധിക്കും. ജനുവരി ആദ്യം തന്നെ ഈ കമ്മിറ്റിയെ പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. ഗ്രൂപ്പ് നോമിനികളെ തിരികെ കയറ്റുന്ന രീതി ഇത്തവണ ഉണ്ടാകില്ലെന്ന് കേന്ദ്ര നേതൃത്വം ഇതിനോടകം തന്നെ വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനെ ശാസ്ത്രീയമായി സമീപിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ മണ്ഡലങ്ങളെ ABC എന്നിങ്ങനെ തരംതിരിക്കും. A ഗ്രേഡ് മണ്ഡലങ്ങൾ എന്നാൽ ഒന്നിന് ഉറച്ച വിജയസാധ്യതയുള്ള സീറ്റുകൾ എന്നാണ്. B ഗ്രേഡ് മണ്ഡലങ്ങൾ കടുത്ത മത്സരം നടന്നാൽ വിജയിക്കാവുന്ന സീറ്റുകൾ എന്നാണ്. C ഗ്രേഡ് മണ്ഡലങ്ങൾ എന്നാൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതും പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞതുമായ മേഖലകളാണ്. 70 സീറ്റുകളിൽ ഒറ്റയ്ക്ക് വിജയിച്ച് കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുക എന്നതാണ്. ഇതിൽ ഓരോ മണ്ഡലത്തിലും ഏജൻസികൾ മുഖേന നടത്തിയ സർവേ റിപ്പോർട്ടുകൾ കോൺക്ലേവ് വിശദമായി വിശകലനം ചെയ്യും. സിറ്റിംഗ് MLA-മാരുടെ റിപ്പോർട്ടും ജനപ്രീതിയും പരിശോധിച്ച ശേഷം അവർക്ക് വീണ്ടും സീറ്റ് നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ലോക്സഭയിൽ കോൺഗ്രസിന്റെ കരുത്ത് തെളിയിച്ച ചില പ്രമുഖ MP-മാരെ നിയമസഭാ പോരാട്ടത്തിലേക്ക് ഇറക്കാനുള്ള ആലോചനകളും വയനാട്ടിൽ സജീവമാണ്. രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ഹൈ പ്രൊഫൈൽ നേതാക്കൾ സംസ്ഥാനത്തിന് സമീപത്തേക്ക് പോകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടി അനുകൂല തരംഗമുണ്ടാക്കാൻ കഴിയുമെന്നും ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നുണ്ട്. BJP-യിൽ നിന്നും LDF-ൽ നിന്നും ശക്തമായ വെല്ലുവിളി നേരിടുന്ന മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ ഈ നീക്കം അനിവാര്യമാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ആരൊക്കെ മത്സരിക്കണം എന്നതിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കും. UDF-ന്റെ കെട്ടുറപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാണ് തർക്കം. മുസ്ലിം ലീഗ്, കേരള, RSP തുടങ്ങിയ കക്ഷികളുമായി സീറ്റ് വെച്ചുമാറ്റുന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കും. കഴിഞ്ഞ തവണ 24 സീറ്റുകളിൽ മത്സരിച്ച മുസ്ലിം ലീഗ് ഇത്തവണ കൂടുതൽ സീറ്റുകൾക്കായി അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ലീഗിന്റെ സ്വാധീന മേഖലകൾക്ക് പുറത്തുള്ള ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് വിജയസാധ്യത കുറയുമെന്ന് പാർട്ടി കരുതുന്നു. പകരമായി ലീഗിന് കൂടുതൽ ഉറപ്പുള്ള സീറ്റുകൾ നൽകുന്നതിനും ധാരണയായേക്കാം. കേരളത്തിൽ ജോസഫിനും RSPക്കും ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ മാത്രം നൽകി വോട്ട് ചോർച്ച ഒഴിവാക്കാനാണ് പദ്ധതിയിടുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ അടിമുടി അഴിച്ചു പണിയേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ കോൺക്ലേവ് തീരുമാനമെടുക്കും. KPCC സെക്രട്ടറിമാരുടെ നിയമനം സംബന്ധിച്ച നടപടികൾ വൈകുന്നത് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനസ്വലരായ നേതാക്കളെ സംഘടനയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് മെഷീനറിയെ സജ്ജമാക്കാൻ പാർട്ടി സഹായിക്കുന്നുണ്ട്. കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ചും BJP-യുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവ് ഗൗരവത്തോടെയാണ് കാണുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് LDF-ന് ഗുണകരമാകുന്നുവെന്ന തിരിച്ചറിവിൽ നിന്നാണ് പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുന്നത്. വർഗീയ ധ്രുവീകരണത്തെ ചെറുക്കാനും മതേതര വോട്ടുകൾ ഏകീകരിക്കാനും കഴിയുന്ന സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക. വയനാട് കോൺക്ലേവ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രൂപ്പ് താൽപര്യങ്ങൾ പൂർണ്ണമായും മാറ്റിവെച്ച് വിജയസാധ്യത മാത്രം നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ ഒഴിവാക്കാനും ജനവിശ്വാസം നേടിയെടുക്കാനും സാധിക്കുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട്. 70 സീറ്റുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിൽ UDF-ന്റെ വൻ തിരിച്ചുവരവായി മാറും. വയനാട്ടിലെ തണുത്ത കാറ്റിൽ രൂപപ്പെടുന്ന ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്.